പൊന്നി ചേട്ടാ, രഫി സാഗറിന്റെ വീഡിയോ ഫുഡ് കഴിക്കുന്ന നേരത്തൊന്നും അപ്ലോഡ് ചെയ്യല് കേട്ടാ. കഴിക്കാൻ പറ്റില്ല. ഫുഡ് കഴിച്ചോണ്ടാണ് നിങ്ങളെ വീഡിയോ കാണുന്നത്. വാർണിംഗ്, ടോയ്ലറ്റ് കാണിക്കാൻ പോകണം. അപ്പൊ ആ ടോയ്ലറ്റിൽ നിന്നുള്ള മലമൂത്ര വിസർജ്യമാണ് ആ പുറത്ത് അവിടെ കിടക്കുന്നത്. ആ തീട്ടം ചവിട്ടി വേണം നമ്മൾ ഈ കോച്ചിനകത്ത് കയറാനേ. ഇതിലൂടെ വെള്ളം വരുന്നുണ്ട് താഴെ കൂടെ. ആ തീട്ടം ഇതുവരെ റെഡി ആക്കിയിട്ടില്ല. അതിപ്പോഴും അവിടെ പൊട്ടി വിളിച്ച് കിടക്കുകയാണ്. അടിപൊളി. നാളെ ഒന്ന് അത്യാവശ്യമായിട്ട് ചെന്നൈ വരെ ഒന്ന് പോകണമായിരുന്നു. അപ്പം ഞാൻ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് നോക്കിയപ്പോഴത്തേക്കിനും കാണിക്കുന്ന റേറ്റ് നോക്ക്. ഈ 6114 കാണിക്കുന്നത് നോക്കണ്ട. അത് സ്പൈസ് ജെറ്റാണ്. അത് പറന്നാൽ പറന്നു, പറന്നില്ലെങ്കിൽ പറന്നില്ല എന്നാണ് തീരുമാനിക്കുന്നത്. അതെന്തോ വിൻ്റർ ഷെഡ്യൂൾ സ്പെഷ്യൽ ഫ്ലൈറ്റ് ആണ്. അത് പോയാൽ പോയി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എടുക്കാൻ പറ്റില്ല. പിന്നെ ഇൻഡിഗോ 11,500. പിന്നെ കാണിക്കുന്നത് 12,500. പിന്നെ കാണിക്കുന്നത് 13,000. എൻ്റെ അമ്മോ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇന്ത്യക്കുള്ളിൽ ഓരോ സ്ഥലത്ത് പോകാനുള്ള ഫ്ലൈറ്റിൻ്റെ റേറ്റാണ്. ഇവിടെ നിന്ന് 1 മണിക്കൂർ പോകേണ്ട ഫ്ലൈറ്റിൻ്റെ റേറ്റാണ് ഈ കാണിക്കുന്ന റേറ്റ്. ഇത്രയും റേറ്റ് ഇല്ല ഇവിടെ നിന്ന് നാളെ കോലാലംപൂരോ ബാങ്കോക്കോ പോകണമെന്നുണ്ടെങ്കിൽ. അതാണ് നമ്മുടെ ഇന്ത്യൻ എയർലൈൻസിൻ്റെ അവസ്ഥ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിനും ഞാൻ IRCTC ആപ്പ് എടുത്ത് നോക്കിയപ്പോഴത്തേക്കിനും നാളെ രാവിലെ 10:45 രപ്തി സാഗർ എക്സ്പ്രസ്സിന് ഇവിടെ നിന്ന് ചെന്നൈയിലേക്ക് ഫസ്റ്റ് AC മാത്രം ടിക്കറ്റ് അവൈലബിൾ ആണ്. അതിന് 2,600 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 10,000 രൂപയുടെ വിമാനമാണോ 2,600 രൂപയുടെ ട്രെയിനാണോ ലാഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയമുണ്ടെന്നുണ്ടെങ്കിൽ ട്രെയിനാണ് ലാഭം. അപ്പോൾ എനിക്ക് നാളെ സമയമുണ്ട്, അതുകൊണ്ട് ഞാനതിന് ടിക്കറ്റ് ബുക്ക് ചെയ്തു. അങ്ങനെ ഗോരഖ്പൂരിലേക്ക് പോകുന്ന എൻ്റെ ട്രെയിൻ രപ്തി സാഗറിലേക്ക് കയറാനായിട്ട് ഞാൻ ഇവിടുന്ന് എറണാകുളം സൗത്തിലേക്ക് പോവാണ്. ഗോരഖ്പൂർ എന്ന് പറയുന്നത് UP യിലുള്ളൊരു സ്ഥലമാണ്. അപ്പം ഇവിടെ തിരുവനന്തപുരത്ത് നിന്നും UP യിലേക്ക് പോകുന്ന ട്രെയിനിലാണ് നമ്മളിന്ന് ചെന്നൈയിലേക്ക് പോകുന്നത്. അപ്പോൾ അത് ഓൾറെഡി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിട്ടിട്ട് ചേർത്തല കഴിഞ്ഞ് തുറവൂരൊക്കെ കഴിഞ്ഞിട്ട് എറണാകുളത്തെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമുക്കിപ്പോൾ പോകേണ്ടത്. 5615 1ാം പ്ലാറ്റ്ഫോമിലാണ് പോകണം കേട്ടോ. ഓക്കെ, എങ്ങനെയാണ് ഇപ്പോൾ കുഴപ്പമില്ല. താങ്ക് യു. ഞാൻ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. അങ്ങനെ നമ്മൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒറ്റപ്പറ്റയാണ് നമ്മുടെ ട്രെയിൻ. ഇപ്പോൾ വരും, 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ വരും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ എന്തിനാണ് വെച്ചിരിക്കുന്നത്? ഇതിനകത്തോടൊന്നും ആരും നടന്നു പോകുന്നില്ലല്ലോ, ആരും നോക്കാനില്ലല്ലോ. എന്തൊക്കെ സൗണ്ടൊക്കെ അടിച്ചു ഗൈസ്. ഇവിടെ പബ്സ് ഉണ്ടോ ഗൈസ്? പബ്സ് ഇല്ലല്ലോ. ഉഴുന്നുവട, സമോസ ഓൺലി, വേറെ പബ്സ് ഒന്നുമില്ല. ഞാൻ പബ്സ് വാങ്ങാൻ ചെയ്ത് നോക്കിയതാണ്, പബ്സില്ല. ഒരു കുപ്പി വെള്ളം വേണം, ഒരു കുപ്പി വെള്ളം. ഇതാണ് എൻ്റെ ട്രെയിൻ, കൊച്ചുവേളി ഗോരഖ്പൂർ എക്സ്പ്രസ് 12512. പ്ലാറ്റ്ഫോം നമ്പർ 1 എൻ്റെ കോച്ച് എന്ന് പറയുന്നത് A1 ആണ്. A1 9ാമത്തെ സ്ഥലത്ത് വരും. അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേ, ലഗേജ് ലോക്കർ. നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്ന പോലത്തെ സാധനമാണ്. എനിക്ക് അതായത് സ്മാർട്ട് ലഗേജ് ലോക്കർ. ഇതൊക്കെ നമ്മുടെ കേരളത്തിലും വന്നു ഗൈസ്. അതായത് ഇതുകൊണ്ട് ഒരു 6 മണിക്കൂറിന് 60 രൂപ, 24 മണിക്കൂറിന് 100 രൂപ. മീഡിയം, ലാർജ്, എക്സ്ട്രാ ലാർജ് എന്നൊക്കെ പറഞ്ഞ് പല സൈസിൽ നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള ബാഗുകളും പെട്ടികളൊക്കെ വെക്കുന്നതിന് വേണ്ടി, അതും വിത്ത് CCTV ക്യാമറ ആക്സസോട് കൂടിയുള്ള ഒരു സെറ്റപ്പ്. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ജപ്പാനിലാണ്. ഇത് പല വിദേശ രാജ്യങ്ങളിലുള്ള സംഭവമാണ്. ഇതിപ്പോൾ നമുക്ക് ഇവിടെയുണ്ട് ഗൈസ്. ദിസ് ഈസ് റൈസ്. വലിയ ഹോണടിയും ബാളമൊന്നുമില്ല, എൻ്റെ വണ്ടി ഒന്നുമില്ല ഗൈസ്. വലിയ തിരക്കൊന്നും ഇല്ലാത്ത ട്രെയിനാണെന്ന് തോന്നുന്നു കേട്ടോ. സ്ലീപ്പറിനകത്തൊക്കെ കുറേ സീറ്റുകളൊക്കെ കാലിയായിട്ട് കിടപ്പുണ്ട്. അബി പറഞ്ഞത് കട്ട ശോകമായിട്ടുള്ള ട്രെയിനാണ്, കട്ട ശോകമാണെന്നാണ് പറഞ്ഞത്. എനിക്കറിയത്തില്ല എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. ഐ തിങ്ക് ദിസ് ഈസ് അവർ കോച്ച്. അല്ല, ഇത് പാൻട്രിയാണ്. ഇതിനപ്പുറത്തായിരിക്കും നമ്മുടെ കോച്ച്. ഇത് തന്നെ, ഇതാണ് നമ്മുടെ A1. ആഹാ, നൈസ്, വെരി ഗുഡ്. ഇതല്ലല്ലോ, ഇത് A1 അല്ലല്ലോ. എന്നത് എൻ്റെ H1 ഇതിൻ്റെ അപ്പുറത്താന്ന് തോന്നുന്നത്. ഇത് തന്നെ വരും എന്ന് പറഞ്ഞ സ്ഥലത്തിലല്ലേ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ബിരിയാണി ഗൈസ്, ബിരിയാണി ഗൈസ്, ബിരിയാണി 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 ബിരിയാണി. ഇതാണ് എൻ്റെ കൊച്ച് A1 അല്ല H1. സമയമുണ്ട്. എന്നാൽ പിന്നെ നമുക്കിവിടെ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ? ഇവിടെ പബ്സ് ഉണ്ട് ഗൈസ്, പബ്സ് ഉണ്ട്. എഗ് പബ്സും ചിക്കൻ പബ്സും ഉണ്ട്. നമുക്ക് ഓരോന്ന് വാങ്ങിക്കാം. ഒരു എഗ് പബ്സ്, ഒരു ചിക്കൻ പബ്സ് പാഴ്സൽ. താങ്ക് യു.
പപ്സ് കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ വി ഗോട്ട് പപ്സ് ചോയ്സ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറാം. ദിസ് ഈസ് അവർ കോച്ച്. ഞാൻ ചെന്നൈ. അല്ല താങ്ക് യു. സുഖല്ലേ? ഈ ട്രെയിനിൽ ഫസ്റ്റ് AC ഇപ്പോൾ കാലിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിനകത്ത് ഇത് കണ്ട ഇതൊക്കെ കാലിയാണ്. ടീച്ചറിനോട് ചോദിച്ച് നിൽക്കുക, ഞാൻ ഇവിടെ വന്നിരിക്കും, ചോദിച്ചു നോക്കട്ടെ. ഇതിപ്പോൾ കാലിയാണ്. പിന്നെ പല കോച്ചുകളും കാലിയാണ്. കാരണം റേറ്റ് കൂടുതൽ കൊടുത്തിട്ട് ലാസ്റ്റ് സമയത്ത് ആരെങ്കിലുമൊക്കെ ബുക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അതാണ് ഇതിനകത്തെ സംഭവം എന്ന് പറയുന്നത്. എൻ്റെ 8 എവിടെ? 6, 10, 9, 8 കാണുന്നില്ലല്ലോ. 5, 6, 8 എവിടെ? 1, 2, 3, 4. ഇതിനകത്ത് 5, 6 ഉണ്ട്. ഇത് 7, 8. യെസ്, 7, 8 അല്ലേ? യെസ്. ഹായ്. മോർണിംഗ് ടോയ്ലറ്റ് കാണിക്കാൻ പോകണം. ഗോരഖ്പൂർ ട്രെയിനിൻ്റെ ടോയ്ലറ്റാണ് ഇത്. എറണാകുളത്തുനിന്ന് അല്ല, തിരുവനന്തപുരത്തുനിന്ന് വിട്ടിട്ട് എറണാകുളം എത്തിയതേ ഉള്ളൂ. താഴെയെല്ലാം വെള്ളം വീണ് കിടപ്പുണ്ട്. പക്ഷെ എന്താ പറയാ, ഒന്നിനും ഒരു പറഞ്ഞ പോലെ വൃത്തിയാണ്, വലിയ നാറ്റമൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ ഈ പഴഞ്ഞ സാധനങ്ങളായതുകൊണ്ട് കാണാനൊരു ഗുമ്മില്ല എന്നുള്ളതേ ഉള്ളൂ. ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്തിട്ട് എനിക്ക് ആഴ്ചകളായി തോന്നുന്നു. ഗ്ലാസ്സിലൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളും പാടുകളൊക്കെ ഉണ്ട്. കുറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ കുറ്റി നോട്ട് വർക്കിംഗ്. പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ കുറ്റി വെച്ചിട്ടുണ്ട്. അത്രയൊക്കെയാണ് പരിപാടി. പിന്നെ ഇതിനകത്തൊരു എക്സോസ്റ്റ് എന്നൊക്കെ പറയാനായിട്ട് പേരിന് മാത്രം ഉണ്ട്, ഒന്നും വർക്ക് ചെയ്യുന്നൊന്നുമില്ല. നല്ല ചൂടുണ്ട് ഇതിനകത്ത്. സോ ദിസ് ഈസ് വാട്ട് ദ ടോയ്ലറ്റ് ലുക്സ് ലൈക്ക്. ഫസ്റ്റ് AC ടോയ്ലറ്റ് ആണ്. നോക്കി, ഇതുണ്ടോ? എന്തോ വെള്ളം പോലും വരുന്നില്ല. നോക്കി, എന്തോ കഷ്ടപ്പാട് ചെയ്ത്. ഇതിലൂടെയൊക്കെ വെള്ളം വരുന്നുണ്ട്. താഴെക്കൂടൊക്കെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടില്ല. എന്താ ടിഷ്യൂ പേപ്പർ? അവിടെ ടിഷ്യൂ പേപ്പർ വയ്ക്കാനുള്ള സാധനമേ ഇല്ല. തുരുമ്പിച്ചിരിക്കുന്നതൊക്കെ നോക്കി. വെള്ളം വരാത്ത എന്താ? കൈ കഴുകാൻ പോലും വെള്ളം വരുന്നില്ല. എന്തൊക്കെയോ ചെയ്തപ്പോഴത്തേക്കിനും വെള്ളം വരുന്നുണ്ട്. വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നിൽക്കുകയൊന്നുമില്ല, തന്നെ അടയത്തൊന്നുമില്ല, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. വെള്ളം ഇങ്ങനെ വരും, വന്നോണ്ടിരിക്കും, അത്രേ ഉള്ളൂ. ആ വരുന്ന വെള്ളം ഇതിലൂടെ താഴേക്കും വരുന്നുണ്ട്, ഇതിലൂടെയും വരുന്നുണ്ട്. തൊട്ടിപ്പുറത്തെ മറ്റൊരു ടോയ്ലറ്റ് എങ്ങനെയുണ്ടെന്ന് കയറി നോക്കാൻ വേണ്ടി വന്നതാണ്. ഇതിനകത്താണ് വാട എടുത്തിട്ട് മൂക്ക് പൊത്താതെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ. അതിനകത്ത് പിന്നെ വെള്ളം വരുന്നുണ്ട്. എന്തൊക്കെയോ സാധനങ്ങൾ ചപ്പിത്തുപ്പി ഇട്ടിട്ടുണ്ട് അവിടെയൊക്കെ. ഈ കുറ്റിയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ഇരുമ്പ് തുരുമ്പെടുത്തിരിക്കുന്ന കുറ്റി. TTR വന്നപ്പോൾ ഞാൻ ഇപ്പുറത്തോട്ട് ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇപ്പോൾ ആരുമില്ല, ഇനി കറണ്ട് ബുക്കിങ്ങിൽ ആരെങ്കിലും വന്നാലേ ഉള്ളൂ, ഇങ്ങോട്ട് ഇരുന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു. സോ ഐ ഗോട്ട് ദിസ് പ്രൈവറ്റ് ബെഡ്റൂം ഫോർ മൈസെൽഫ് നൗ ഗൈസ്. ആരുമില്ല ഗൈസ്, 4 പേര്. അപ്പോൾ ഇതാണ് നമ്മുടെ രപ്തിസാഗർ എക്സ്പ്രസ്സിലെ നമ്മുടെ പ്രൈവറ്റ് ബെഡ്റൂം. എത്ര സമയം എനിക്കിത് പ്രൈവറ്റ് ആയിട്ട് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എറണാകുളത്ത് നിന്ന് വിട്ടിട്ട് ഇപ്പോൾ ആലുവ കഴിഞ്ഞതേ ഉള്ളൂ. സോ ഇത് ബേസിക്കലി ഫസ്റ്റ് AC ക്യാബിനാണ്. ക്യാബിൻ എന്ന് പറയുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് 4 പേർക്ക്, അതായത് ഒരു ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 2 കപ്പിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 4 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് ക്യാബിൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു സീറ്റിന് ഞാൻ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് 2700 രൂപയാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് ഞാൻ വിമാനത്തിൽ പോകണമായിരുന്നെങ്കിൽ ഒരു 10,000 രൂപ ആയിരുന്നു മിനിമം ഇവിടെ നിന്ന് ഇന്ന് ചെന്നൈക്ക് പോകാനുള്ള ടിക്കറ്റ് റേറ്റ്. അതിൽ ഇൻഡിഗോളോ എക്കണോമിയിൽ ഇരുന്ന് പോകേണ്ട ഞാനിപ്പോൾ രാജാവിനെ പോലെ സുഖമായിട്ട് ഇച്ചിരി സമയം ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു ഫസ്റ്റ് AC കമ്പാർട്ട്മെൻറ്റിലെ ഒരു ക്യാബിൻ മൊത്തത്തിലെടുത്ത് 2,600 രൂപയ്ക്ക് ഞാൻ യാത്ര ചെയ്യാണ്. താങ്ക്സ് ടു ഇന്ത്യൻ റെയിൽവേ. ഈവൻ ദോ ദ ബാത്റൂം ഈസ് ദ ടോയ്ലറ്റ് ഈസ് സ്റ്റുപ്പിഡ്. അപ്പോൾ പിന്നെ നമുക്ക് ടോയ്ലറ്റിനെ കുറ്റം പറയാനറിയാൻ പറ്റില്ല അല്ലേ? കാരണം കുറച്ചൊക്കെ ഇത്രയും അഫോർഡബിൾ ആയിട്ട് പോകുമ്പോഴത്തേക്കിനും കുറച്ചൊക്കെ നമ്മൾ സഹിക്കണമല്ലോ. നമ്മൾ ഈ മലയാളികളെല്ലാവരും എയർ ഇന്ത്യ എക്സ്പ്രസിനെ കുറ്റം പറയും. പക്ഷേ അവരുടെ ടിക്കറ്റ് റേറ്റ് കുറവായതുകൊണ്ട് നമ്മൾ അതിൽ യാത്ര ചെയ്യും. എന്നിട്ട് നമ്മൾ അവരെ കുറ്റം പറയും. ടിക്കറ്റ് റേറ്റ് കുറവായതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ഇന്ന് തന്നെ ഞാനിപ്പോൾ സ്പൈസ് ജെറ്റിൽ ടിക്കറ്റ് എടുത്തായിരുന്നെങ്കിൽ സ്പൈസ് ജെറ്റ് ചരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യായിരുന്നു. കാരണം സ്പൈസ് ജെറ്റ് സമയത്ത് ഒരിക്കലും പോകില്ല. മിനിമം 3-4 മണിക്കൂറിൽ വൈകിയേ പോവുള്ളൂ. അതുകൊണ്ടാണ് അതിൻ്റെ ടിക്കറ്റ് റേറ്റും 6,000 രൂപ 6,500 രൂപയിൽ കടന്നിരുന്നത്. സോ അതാണ് സംഭവം. യെസ്, അപ്പോൾ രപ്തിസാഗർ എക്സ്പ്രസിൻ്റെ നമ്മുടെ ഫസ്റ്റ് AC ക്യാബിൻ നമ്മൾ രാജധാനിയിൽ യാത്ര ചെയ്യുന്ന പോലെ തന്നെ ഉള്ള സെയിം ക്യാബിനാണ്. പക്ഷേ നമുക്ക് ഇതിനകത്ത് ഫുഡും കാര്യങ്ങളൊന്നും ഇൻക്ലൂഡഡ് അല്ല. ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ട്രേ അവിടെ താഴെ വെച്ചിട്ടുണ്ട്. 2 ട്രേ അവിടെ താഴെ വെച്ചിട്ടുണ്ട്. ക്യാബിനൊക്കെ അവർ അത്യാവശ്യം നീറ്റായിട്ട് തന്നെ വെക്കും ബാക്കിയുള്ള സ്ഥലങ്ങൾ. എന്നാലും അത്ര സ്പോട്ട്ലെസ് ക്ലീൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പോട്ട്ലെസ് ക്ലീൻ ഒന്നുമല്ല. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം നമുക്ക് മറ്റേ പൊടിയും ബാക്കിയുള്ള സംഭവങ്ങളും അറ്റ്ലീസ്റ്റ് വാക്വമെങ്കിലും ചെയ്യുന്നൊരു പരിപാടി ഇന്ത്യൻ റെയിൽവേ കൊണ്ടുവരേണ്ടതാണ്. അത്യാവശ്യം ഡസ്റ്റ് അലർജിയൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരും. പിന്നെ അത് മാത്രമല്ല ഈ ക്യാബിനിൽ ആരും ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഒരു യൂസ്ഡ് കുപ്പി അവിടെ ഇരിപ്പുണ്ട്. അത് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ആരെങ്കിലും എടുത്തു മാറ്റാൻ താല്പര്യപ്പെടാതിരുന്നതോ വല്ലതും ആയിരിക്കാം. പിന്നെ ഈ കാണുന്നതൊക്കെ പൊടിയാണ്, കണ്ടില്ല നീ കണ്ട, ഇതൊക്കെ പൊടിയാണ് കണ്ട. ആ പൊടിയൊന്നും ക്ലീൻ ചെയ്തിട്ടേ ഇല്ല. അങ്ങനത്തെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലീനിങ്ങോ പരിപാടികളൊന്നും ട്രെയിനുകളിൽ എപ്പോഴും നടക്കുന്നില്ല. പിന്നെ 4 ബ്ലാങ്കറ്റ് വെച്ചിട്ടുണ്ട്, പിന്നെ 4 പില്ലോ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് AC യിലാകുമ്പോഴത്തേനും കുറച്ച് വലിയ പില്ലോ ആയിരിക്കും. പിന്നെ ബെഡ്ഷീറ്റ് വെച്ചിട്ടുണ്ട്. ഇത് മാത്രമാണ് ഇന്ത്യൻ റെയിൽവേ ഈ പറഞ്ഞ പോലെ പ്ലീസ് ചെക്ക് ദ സീൽ എന്നും പറഞ്ഞുകൊണ്ട് കഴുകി വൃത്തിയാക്കി വെക്കുന്നത്. അതായത് ഒരു തവണയും ഉപയോഗിച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെക്കുന്നത്. ഈ 2 സാധനങ്ങളും റീയൂസ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ഇതിന് ഈ പില്ലോ കവർ അടക്കം ഇതിനകത്തുണ്ടാവും. പില്ലോ കവർ ഉണ്ടാവും. പിന്നെ നമുക്ക് പഠിച്ച് നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. ലട്ടി, യെസ്, ഇതിനകത്ത് ഒരു ടവലുണ്ട്, ഒരു ഹാൻഡ് ടവൽ പോലെ തന്നെ നമുക്കൊരു ചെറിയ ടവലുണ്ട്. പക്ഷേ ഈ ടവലും കൊണ്ട് ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ ഒരു ഉപകാരവുമില്ല. പിന്നെ നമുക്ക് പില്ലോ കവറുണ്ട്, ഇതാണ് പില്ലോ കവർ. പിന്നെ നമുക്ക് 2 ബെഡ്ഷീറ്റ് ഉണ്ടാവും, ഒന്നിത് 2 ബെഡ്ഷീറ്റ്. സോ ഇതാണ് സംഭവം. ഇനി നമുക്ക് വേസ്റ്റ് ഇടുന്നതിന് വേണ്ടി ഇതിനകത്ത് ഒരു ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട്. അതെല്ലാം ഫസ്റ്റ് AC ഇതിനകത്തും ക്യാബിനകത്തും കുപ്പയ്ക്കകത്തും ഉണ്ടാവും. സോ ഇതാണ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള സംഭവം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ 4 പേര് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒറ്റ ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ക്യാബിൻ കിട്ടും. 2 പേരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാബിനോ കൂപ്പയോ ഏതെങ്കിലും കിട്ടും. ഒറ്റയ്ക്കായിട്ടാണ് ബുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡിപ്പെൻസ് ആയിരിക്കും. മിക്കവാറും കൂപ്പയോ ക്യാബിനോ ഏതെങ്കിലുമൊക്കെ കിട്ടും, അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും. ഞാൻ കറണ്ട് ബുക്കിംഗ് ആണ് ചെയ്തത്. അതുകൊണ്ടാണ് എനിക്ക് 2500 രൂപ 2100 കിട്ടിയത്. എറണാകുളം ടു ചെന്നൈ റേറ്റേ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ തൽക്കാലൊക്കെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിന് ഡബിൾ ചാർജോ അല്ലെങ്കിൽ അതിന് കൂടുതൽ പൈസയൊക്കെ വരും. കറണ്ട് ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് സമയം, അതായത് ട്രെയിൻ പുറപ്പെടുന്നതിന് മുൻപായിട്ട് ട്രെയിനിൻ്റെ അന്തിമ ചാർട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഏതൊക്കെ സീറ്റുകൾ കാലിയുണ്ടോ ആ സീറ്റുകൾ ഓർഡിനറി നിരക്കിൽ, അതായത് സാധാരണ നിരക്കിൽ തത്കാൽ ചാർജസ് ഇല്ലാതെ റെയിൽവേ സെല്ല് ചെയ്യും. അതിനാണ് കറണ്ട് ബുക്കിംഗ് എന്ന് പറയുന്നത്. അത് ട്രെയിൻ വിടുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ട്രെയിൻ വിട്ടതിന് ശേഷവും ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾക്ക്, അല്ലെങ്കിൽ അതിന് മുമ്പായിട്ടൊക്കെ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും, കറണ്ട് ബുക്കിംഗ് അവൈലബിലിറ്റി നോക്കിയിട്ട്. അല്ലെങ്കിൽ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് ട്രെയിനിൽ കയറിയിട്ട് TTRനെ കണ്ട എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് വന്നിരിക്കാവുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് സമയങ്ങളിൽ ഇവിടെ നമുക്ക് ഫ്ലൈറ്റിനെക്കാട്ടി ലാഭം സമയമുണ്ടെന്നുണ്ടെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതാണ്. ഇനി ചില്ലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ചില്ല് ഇതെന്താ ട്രെയിനാണോ? ഓ മൈ ഗോഡ്, ഏതൊരു ട്രെയിൻ പോയി. ആ ട്രെയിൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? ഇല്ലല്ലോ. അതാണ് ചില്ലിൻ്റെ ഗുണം എന്ന് പറയുന്നത്. ചില്ലെന്ന് പറയുന്നത് മോസ്റ്റ് ഡേർട്ടിയസ്റ്റ് ചില്ല്, അല്ലെങ്കിൽ വിൻഡോ ഇന്ത്യൻ റെയിൽവേ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് ക്ലീൻ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ എന്തായാലും 2600 രൂപയ്ക്ക് ഇന്ത്യൻ റെയിൽവേ എനിക്ക് ഇത്രയും സൗകര്യങ്ങൾ പ്രൈവറ്റ് ബെഡ്റൂം പോലെയൊക്കെ തന്നതുകൊണ്ട് ഞാൻ അധികം കുറ്റം പറയുന്നില്ല. ഇത്രയൊക്കെ കുറ്റമല്ല ഗൈസ്. നിങ്ങൾ വിചാരിക്കും ഞാൻ കുറ്റം പറയുവാണ്, ഉള്ളതല്ലേ പറയുന്നത്. നന്നാവണ്ടേ ഗൈസ്? എന്നാണ് നമ്മുടെ ട്രെയിനൊക്കെ നന്നാവുക? എപ്പോൾ ട്രെയിനിൽ കയറിയാലും ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് തമ്മിൽ ഇടാൻ പറ്റിയ ഒരു ക്യാപ്ഷൻ കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഗുണം. യൂട്യൂബർമാരൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ക്യാപ്ഷൻ, നല്ലൊരു ക്യാപ്ഷൻ ഇട്ടുള്ള വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്താൽ മതി. ഇരിങ്ങാലക്കുട സ്റ്റേഷനിൽ കൂടെ ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സംഭവം കണ്ടോ? ഈ പില്ലോ ചെറുതാണ്. ശരിക്കും ഫസ്റ്റ് AC-യിൽ ഇത്രയും വലിയ പില്ലോ ആണ് കിട്ടുന്നത്. ഫസ്റ്റ് AC-യുടെ പില്ലോ കവറും ഈ പില്ലോയും വ്യത്യാസമുണ്ട്, മനസ്സിലായില്ലേ? അതായത് ശരിക്കും വലിയ പില്ലോ ആണ് ഫസ്റ്റ് AC നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ കവർ കണ്ടോ? ദിസ് ഈസ് ടു ബിഗ് ഉണ്ടല്ലേ? അപ്പോൾ അതിൻ്റെ പകുതിയുള്ള ഒരു പില്ലോ ആണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. കുഴപ്പമില്ല. ഞാനിവിടെ കഥയെല്ലാം അടച്ചിട്ട് കുറ്റിയിട്ട് കർട്ടനൊക്കെ അടച്ച് കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നോ പാലക്കാട് നിന്നോ കോയമ്പത്തൂരിൽ നിന്നോ സേലത്തു നിന്നൊക്കെ വേണമെങ്കിൽ ആരെങ്കിലുമൊക്കെ കറണ്ട് ബുക്കിംഗ് എടുത്ത് വേണമെങ്കിൽ കയറി കഴിഞ്ഞാൽ ഈ കോച്ചിൽ വന്നിരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ ട്രെയിനിലുള്ള ആർക്കെങ്കിലും അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുത്ത് വേണമെങ്കിൽ ഇവിടെ വന്നിരിക്കാൻ പറ്റും. അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രൈവറ്റ് ബെഡ്റൂം സ്റ്റാറ്റസ് നഷ്ടപ്പെടും. സോ ലെറ്റ്സ് സീ ഇഫ് വി ഗെറ്റ് ദിസ് പ്രൈവറ്റ് ബെഡ്റൂം ടിൽ ചെന്നൈ. നമ്മൾ ഈ ട്രെയിനിൽ വെറുതെ ഇരുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് വിശപ്പിച്ചിരി കൂടുതലായിരിക്കും അല്ലേ? എന്നാലും ഞാൻ പപ്സ് വാങ്ങിച്ചിരുന്നത് കൊണ്ട് സോ വി ക്യാൻ ഹാവ് ദ പപ്സ്. ശരിക്കും കഴിച്ചില്ലെങ്കിൽ നമുക്ക് നാണക്കേട് തരുന്ന ഒരു ഭക്ഷണമാണ് പപ്സ് എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോട്ട് ബാഡ്. ചിക്കൻ പപ്സ് ആണ് പേരെന്നുണ്ടെങ്കിലും സവാള മാത്രമേ ഉള്ളൂ അകത്ത്. ചിക്കനൊക്കെ ഞാൻ മുന്നിൽ തപ്പണം. വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറഞ്ഞൊരു സിനിമ മനോരമ മാക്സിലോട്ട് കേട്ടോ. അടിപൊളി പടം കേട്ടോ. ഞാൻ കണ്ടു തുടങ്ങിയതേ ഉള്ളൂ, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി അഭിപ്രായങ്ങൾ പറയാം. അങ്ങനെ നമ്മൾ തൃശ്ശൂർ എത്തിയിരിക്കുകയാണ് ഗൈസ്. തൃശ്ശൂർ പണ്ട് ഇവിടെ തൃശ്ശൂർ പേര് എഴുതുന്നല്ലേ എഴുതിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ തൃശ്ശൂരിൽ നിന്നാക്കിയെന്ന് തോന്നുന്നല്ലേ. ആ പോകുന്നതും ഗോരഖ്പൂർ കൊച്ചുവേളിയാണ്. അതായത് ഗോരഖ്പൂരിൽ നിന്നും കൊച്ചുവേളിക്ക് തിരിച്ചു പോകുന്ന ട്രെയിനാണ് ഈ താഴെക്കൂടെ പോകുന്ന വണ്ടി.
ഇങ്ങനെ നമ്മൾ പാലക്കാട് എത്തിയിരിക്കുകയാണ്. ഞാനിവിടെ ഒരു സിനിമ കണ്ടു കഴിഞ്ഞു. എറണാകുളത്ത് നിന്ന് കയറിയിട്ട് എൻ്റെ 2 മുട്ട പപ്സും കഴിച്ചു കഴിഞ്ഞു, ഒരു സിനിമയും കണ്ടു കഴിഞ്ഞു. നമ്മൾ പാലക്കാടെത്തി. നമ്മളിപ്പോൾ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഈ പാലക്കാട് വാളയാറ് കോയമ്പത്തൂർ പോകുന്ന റൂട്ടാണ്. അപ്പോൾ ഇവിടെ ഈ കാനന പ്രദേശമൊക്കെ ആയതുകൊണ്ട് ഇവിടെ കുറച്ച് സ്പീഡ് റെസ്ട്രിക്ഷനും മറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. കാരണം ആനയെ ട്രെയിൻ ഇടിക്കുന്ന ഒരു സ്ഥലമാണിത്. ധാരാളം ആനകളൊക്കെ ക്രോസ് ചെയ്യുന്ന ഒരു പ്രദേശമാണിത്. എന്ത് ഭംഗിയാണ് ഈ പാലക്കാട്, ഈ ഒരു ഭാഗമൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേക്കിനും പാലക്കാടിന് ഭയങ്കര ഭംഗിയാണ്, പാലക്കാടിനും കോയമ്പത്തൂരിനൊക്കെ. പക്ഷെ ചൂടാവുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ചൂട് വരുന്നൊരു സ്ഥലം. ഇങ്ങനെ നമ്മൾ കോയമ്പത്തൂർ എത്തിയെന്നാണ് തോന്നുന്നത്. സമയം ഉച്ചയ്ക്ക് 3 മണി. ഇതിനകത്ത് തണുത്തിട്ട് ഞാൻ ഇവിടെ വെള്ള പുറപ്പൊക്കെ എടുത്ത് പുറത്തിരിക്കുക. അപ്പോൾ ഈ ട്രെയിൻ കോയമ്പത്തൂരല്ല, ഇത് പോത്തന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കൊണ്ടുവരുന്നത്. പോത്തന്നൂർ ജംഗ്ഷൻ. പോത്തന്നൂർ വണ്ടി നിർത്തിയില്ലല്ലോ. ആരും നിർത്താത്ത. അപ്പോൾ ഇനി അങ്ങോട്ടേലും പോകുമായിരിക്കും, അറിയത്തില്ല. ഒരു ചായ ഉണ്ടോ എന്ന് ഞാൻ ചായ വാങ്ങിച്ചു. കിട്ടണ 20. താങ്ക് യു. ഇതിനകത്ത് ചായയൊക്കെ ഇപ്പം മറ്റേ പൊടി കലക്കിയിട്ട് വെള്ളത്തിൽ മുക്കിയിടുന്ന ചായയാണ്. നമ്മളെ കോയമ്പത്തൂർ പോട്ടോ. ഞാൻ കുറേ നാളായില്ലേ ട്രെയിനിൽ പോയിട്ട്. അപ്പോൾ എനിക്ക് വലിയ പിടുത്തം കിട്ടിയില്ല ഇതെങ്ങനെയാണ് വഴിയൊക്കെ പോകുന്നതെന്നുള്ളത്. നമ്മൾ ആ ഗാന്ധിപുരമോ ഏതൊക്കെയോ ഭാഗത്തൂടെ ഏതൊക്കെയോ വഴികളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കോയമ്പത്തൂരിലെ ഒരു തടാകമാണ് ഈ കാണുന്നത്. അങ്ങനെ ഫൈനലി 11 മണിക്ക് എറണാകുളത്ത് നിന്ന് വിട്ടിട്ട് 12, 1, 2, 3, 4 മണിക്കൂറിന് ശേഷം നമ്മൾ കോയമ്പത്തൂർ എത്തിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ എറണാകുളം തൃശ്ശൂർ റോഡിൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും നമ്മൾ 4 മണിക്കൂർ കൊണ്ട് തൃശ്ശൂർ പോലും എത്തൂല എന്നാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് എന്തായാലും 4 മണിക്കൂർ കൊണ്ട് ട്രെയിനിൽ കോയമ്പത്തൂർ എത്തി. ഇപ്പോൾ തൃശ്ശൂരൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ട്രെയിനിൽ കയറി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തും എന്നാണ് ഇപ്പോൾ ആൾക്കാർ പറയുന്നത്. കോയമ്പത്തൂരെത്തി നമുക്കൊന്ന് പുറത്തിറങ്ങി നോക്കിയിട്ട് വരാം. ഇതന്നെ എങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ചേട്ടൻ കയറുവാണോ ഇറങ്ങുവാണോ? അവർക്ക് കയറുവാണ് തോന്നുന്നു. മിക്കവാറും ഇത് ചെന്നൈ വരെ എനിക്ക് ഒരു പ്രൈവറ്റ് കമ്പാർട്ട്മെന്റ് കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട് ഗൈസ്. ഇത് 2 സൈഡിലും പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ. ഇവിടെയും പ്ലാറ്റ്ഫോം ഉണ്ട്, ഇപ്പുറത്തും പ്ലാറ്റ്ഫോം ഉണ്ട്. അത് കൊള്ളാമല്ലോ പരിപാടി. 2 വശത്തൂടെ കയറാൻ പറ്റുമോ? വാവ്, അതെന്താ പരിപാടിയാ? 2 സൈഡിലും പ്ലാറ്റ്ഫോമുള്ള ട്രെയിനോ, റെയിൽവേ സ്റ്റേഷനോ? വാവ്, ദാറ്റ്സ് നൈസ്. ചുമ്മാ ഒന്ന് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി എന്തെങ്കിലും ചെറിയ രീതിയിൽ മമ്മം കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ കച്ചവടക്കാരെ ആരെയും കാണുന്നില്ല. പിന്നെ കുറച്ച് കടകളൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ, അതൊക്കെ ഉള്ളൂ. പിന്നെ എൻ്റെ ബാഗൊക്കെ അവിടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് അധികം അങ്ങോട്ട് നടന്ന് പോകാനും തോന്നുന്നില്ല. ഇവിടെ കഴിക്കാനൊന്നും ഇല്ലല്ലോ, നല്ലൊരു മിക്സറും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കാണുന്നില്ല. ഗോരഖ്പൂർ കൊച്ചുവേളി, ഒരു തിരുവനന്തപുരം കൊച്ചുവേളി ആയിരുന്നില്ല അല്ലേ ഇത്? ഗോരഖ്പൂർ കൊച്ചുവേളി ട്രെയിനായിരുന്നു അല്ലേ? അങ്ങനെ ഫുഡൊന്നും കിട്ടിയൊന്നുമില്ല. സോ നമുക്കിനിയിപ്പം ഓൺലൈനായിട്ട് വല്ല ഓർഡർ ചെയ്യാൻ പറ്റുന്ന പരിപാടി വല്ലതും ഉണ്ടെന്ന് നോക്കാം. ഈ ഡോറ് കണ്ടില്ലേ? ഈ ഡോറ് വരെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാം. എനിക്ക് എന്തൊരു അവസ്ഥയാന്ന് നോക്കട്ടെ. ഇത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഡോറ് ഗൈസ്. ഫസ്റ്റ് AC കോച്ചാണ്. എന്തോന്നിടേ ഇത്. നമ്മുടെ കോയമ്പത്തൂർ കഴിഞ്ഞപ്പോഴത്തേക്കിനും ട്രെയിനിൻ്റെ വേഗതയൊക്കെ കൂടി അത്യാവശ്യം നല്ല സ്പീഡിൽ ഇപ്പോൾ പോകുന്നുണ്ട്. ആടിയൊക്കെ പോകുന്നത്. ഞാനിവിടെ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി നോക്കുമായിരുന്നു. അപ്പം സൊമാറ്റോ ആപ്പ് വഴി ട്രെയിനിൽ ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് അബി എന്നോട് പറഞ്ഞായിരുന്നു. എന്നാൽ പിന്നെ ഒന്ന് പരീക്ഷിക്കാമെന്ന് കരുതി നോക്കിയപ്പോഴത്തേക്കിനും ട്രെയിൻ ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് വിട്ടല്ലോ. അപ്പോൾ പിന്നെ ഈറോഡിൽ ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 4:50 ആകുമ്പോഴത്തേക്കും ഈറോഡിൽ നിന്ന് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിസ്സ എന്ത് വേണമെങ്കിലും കിട്ടും, പിസ്സ അടക്കം കിട്ടും, എല്ലാ സംഭവങ്ങളും. നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ സ്വിഗ്ഗി സൊമാറ്റോ വഴി ഓർഡർ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ട്രെയിനിലേക്ക് നമ്മുടെ സീറ്റിൽ കൊണ്ട് തരുമെന്നാണ് സ്വിഗ്ഗി പറയുന്നത്. ഭക്ഷണം നമുക്ക് തന്നില്ലെങ്കിൽ ഫുൾ പൈസ റീഫണ്ട് കിട്ടും എന്നും അവർ എഴുതിയിട്ടുണ്ട്. സോ അതാണ് അതിൻ്റെ പരിപാടി. സ്വിഗ്ഗി അല്ല, സൊമാറ്റോയുടെ പരസ്യമൊന്നുമല്ലത്. ഒരു നൂഡിൽസും ഒരു പെപ്പർ ചിക്കനും പറയാം, അതല്ലേ? അങ്ങനെ എനിക്ക് നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഹോട്ടലിൽ നിന്ന് ഉണ്ടാക്കുന്ന, റെസ്റ്റോറൻറ്റിൽ ഉണ്ടാക്കുന്ന നൂഡിൽസ്, റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നൂഡിൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തു. 433 രൂപ. 433 രൂപയ്ക്ക് ഒരു നൂഡിൽസും ഒരു സംഭവം. ട്രെയിനിൽ പാൻട്രി ഉണ്ട്, അവരിങ്ങനെ ഇടയ്ക്ക് വന്ന് ഓർഡർ എടുക്കുന്നുണ്ട്. പക്ഷേ ഐ ഡോണ്ട് വാണ്ടഡ് ടു ഹാവ് ഫുഡ് ഫ്രം ട്രെയിൻ. പിന്നെ നമുക്ക് PNR ആണ് ഇതിനകത്ത് അടിച്ചു കൊടുക്കേണ്ടത്. PNR അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കിനും നമുക്ക് നമ്മുടെ സീറ്റ് നമ്പർ ഇതിൽ കാണിക്കും. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ സീറ്റിലല്ലല്ലോ ഇരിക്കുന്നത്, ഞാൻ സീറ്റ് മാറിയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് പുള്ളി വരുമ്പോഴത്തേക്കിനും ഒന്നെങ്കിൽ എൻ്റെ സീറ്റിൽ പോയി വാങ്ങിക്കുകയോ ഇല്ലെങ്കിൽ പുറത്തിറങ്ങി വാങ്ങിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ ഓർഡർ സ്കെഡ്യൂൾഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഓർഡർ ഷെഡ്യൂൾഡ് അറൈവിംഗ് ടുഡേ അറ്റ് 4:55 PM എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഡെലിവറി അറ്റ് സീറ്റ് H1C8 എന്നൊക്കെ പറഞ്ഞാണ് കാണിക്കുന്നത്. നോക്കാം
ലബ്ധി സാഗർ എക്സ്പ്രസിൽ ഈറോഡ് ജംഗ്ഷനിൽ എനിക്ക് ഭക്ഷണം കിട്ടുമോ എന്ന് നോക്കാം നമുക്ക് അല്ലേ. നമ്മൾ തിരുപ്പൂരെത്തി. എൻ്റെ നമ്മുടെ എന്താ പറയുക സൊമാറ്റോയിൽ നിന്നും മെസ്സേജ് വന്നു, നിങ്ങളുടെ ഫുഡ് അവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട്. ഇതിനകത്തൊരു പവർ പ്ലഗ് ഉണ്ട്. ഇതാണെങ്കിൽ വർക്ക് ചെയ്യുന്നതേ ഇല്ല. ഞാനിങ്ങനെ കുറേ നേരം ഇങ്ങനെ കുത്തി ഇടുക, ഒരു കുന്തം വർക്ക് ചെയ്യുന്നില്ല. ഇവിടെ ഒരു സാധനമുണ്ട്, അതും വർക്ക് ചെയ്യുന്നില്ല. ഇത് ഇങ്ങനെ എത്ര എന്ന് പറഞ്ഞ് കുത്തിയിടാൻ പറ്റും? ഞാനിപ്പോൾ ഇതുകൊണ്ട് കുത്തി നോക്കിക്കഴിഞ്ഞാൽ ചാർജ് കയറുന്നുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയുന്നത്? ചാർജ് കയറുന്നില്ല, ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. എനിക്കത് കാണിക്കാൻ പറ്റില്ലല്ലോ, അതെങ്ങനെയാണ് അത് ഡിസ്പ്ലേയിൽ. ഇനി ഇപ്പുറത്തൊരെണ്ണം ഉണ്ട്, ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കട്ടെ. അതും വർക്ക് ചെയ്യുന്നില്ലല്ലോ. ദൈവമേ, ഇതെങ്ങനെ അവസ്ഥ? എന്തായിരിക്കും, സ്വിച്ചൊക്കെ ഓണല്ലേ? ഇതെന്താ അവസ്ഥ നോക്കട്ടെ. അതും വർക്ക് ചെയ്യുന്നില്ല. ഇതിനകത്ത് വേറൊരു കുഴപ്പമുണ്ട്. ഈ കാണുന്നതാണ് ഇതിൻ്റെ മറ്റേ AC-യുടെ തണുപ്പ് വരുന്ന സ്ഥലം. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സിസ്റ്റം ഒന്നുമില്ല. അതായത് അതിൻ്റെ തണുപ്പ് കാറ്റിൻ്റെ ഫ്ലോ കൂട്ടാനോ കുറയ്ക്കാനോ ഉള്ള സിസ്റ്റം ഒന്നുമില്ല. മേളിൽ കിടക്കുന്ന ആളാണെങ്കിൽ തണുത്ത് വിറച്ച് ഒരു പരുവവും. എനിക്കിവിടെ ഞാൻ താഴെ തന്നെ ഞാനിവിടെ പുറച്ചു മൂടിയായിരിക്കുന്നത്, കാരണം അതുപോലെ തണുപ്പായിരിക്കും. അപ്പോൾ മേളിൽ കിടക്കുന്ന ആളാണെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ള തണുപ്പായിരിക്കും. അങ്ങനത്തെ കൺട്രോൾ സിസ്റ്റം ഒന്നും ഈ വണ്ടിക്കകത്ത് ഞാൻ കണ്ടിട്ടില്ല. ഈ വണ്ടിക്കകത്തെല്ലാം പൊതുവേ ഇന്ത്യൻ ട്രെയിനുകളിലൊന്നും ഞാൻ അങ്ങനെ, വന്ദേ ഭാരതിലുണ്ടെന്ന് തോന്നുന്നു, അല്ലാതെ വേറെ എവിടെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. സംഭവം ഈ പറഞ്ഞ പോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ മെയിൻറ്റെയിൻ ചെയ്യാത്തതാണ് നമ്മളുടെ പ്രശ്നങ്ങൾ. ഒന്നാലോചിച്ചേക്ക്, എന്ത് ചെയ്യാനാണ്? ഈ പറഞ്ഞ പോലെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കുറ്റം കണ്ടുപിടിക്കാൻ പറ്റും. പലരും പറയും കുറ്റം പറയാനാണ്. പക്ഷേ നമ്മളോരോ നാട്ടിൽ പോകുമ്പോൾ എത്ര ഭംഗിയായിട്ടാണ് അവിടുത്തെ ട്രെയിനുകളൊക്കെ ഓടിക്കുന്നത് അല്ലേ? അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് പറ്റാത്തെന്നുള്ള വിഷമം കൊണ്ട് പറയുന്ന പലതും. നമ്മൾ ഉസ്ബെക്കിസ്ഥാനിൽ പോയപ്പോഴും കസാഖിസ്ഥാനിൽ പോയപ്പോഴൊക്കെ അവിടുത്തെ പഴഞ്ചൻ ട്രെയിനുകളാണെങ്കിൽ പോലും എത്ര വൃത്തിയോടെയാണ് അവരത് സൂക്ഷിക്കുന്നതും എത്ര ക്ലീനായിട്ടാണ് ഉപയോഗിക്കുന്നതും അല്ലേ? പല സംഭവങ്ങളും. എൻ്റെ ഫുഡ് ഡെലിവറിക്ക് വരുന്ന ചേട്ടൻ വിളിച്ചു, സ്റ്റേഷൻ എത്തുമ്പോഴത്തേക്കിനും ഒന്ന് പുറത്തേക്ക് നിൽക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഈറോഡ് എത്താറായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രെയിൻ ഇപ്പം സ്ലോ ഡൗൺ ആയിട്ടുണ്ട്. ഞാൻ ആലോചിക്കുമായിരുന്നു, ഒരു ട്രെയിനിലെ ഏറ്റവും ഉയർന്ന ക്ലാസ്സാണ് ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത്. ആ ഫസ്റ്റ് ക്ലാസ്സിലെ കൂപ്പെ തന്നെ ഇങ്ങനെ, അതിൻ്റെ ഡോറ് തന്നെ ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കുന്നു. അതിൻ്റെ ബാത്റൂം നിങ്ങൾ കണ്ടു, കച്ചറ. ഞാനിപ്പോൾ ഒന്ന് കയറി, ഭയങ്കര നാറ്റം. കഴിഞ്ഞൊരു വർഷമായിട്ട് ഈ കാർപ്പറ്റൊന്നും ക്ലീനേ ചെയ്തിട്ടില്ല, മനസ്സിലായില്ല? അത്രയ്ക്ക് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ക്ലാസ്സൊക്കെ എങ്ങനെയായിരിക്കും? സെക്കൻഡ് ക്ലാസ്സും തേർഡ് ക്ലാസ്സും സ്ലീപ്പറും പിന്നെ ജനറൽ കമ്പാർട്ട്മെൻറ്റും ഒക്കെ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഈറോഡ് ലോക്കോ ഷെഡിലെ സൈഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറേ മറ്റ് പല ട്രെയിനുകളും ലോക്കോകളൊക്കെ കൊണ്ടിട്ടുണ്ട്. ഞാൻ ഫുഡ് ഡെലിവറി ചെയ്ത സ്ഥലത്തെ ആ ചേട്ടൻ ഇവിടെ ഏകദേശം ഒരു 10-20 മിനിറ്റായിട്ട് ഈ ഒരു സ്റ്റേഷനിൽ വന്ന് നിൽക്കുകയാണ്. എൻ്റെ ട്രെയിൻ ഓൺ ടൈമാണ്, ജസ്റ്റ് ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിട്ടേ ഉള്ളൂ. പക്ഷേ എന്നാലും ആ ചേട്ടൻ അത്രയും നേരത്തെ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഒരാൾ ഫുഡ് ഓർഡർ ചെയ്യുമ്പോഴത്തേക്കിനും ആ ഒരാൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരാളെ അങ്ങ് നിയമിച്ച് വെച്ചിരിക്കുകയല്ലേ, അതാണ് സംഭവം. Arrived at the station. My sir is waiting there outside. എവിടെ എൻ്റെ സൊമാറ്റോ ചേട്ടൻ? എവിടെ? വെർ ഇസ് മൈ സൊമാറ്റോ ചേട്ടൻ? നമുക്ക് എന്തായാലും വി വിൽ വെയിറ്റ് ആൻഡ് സീ ഹിയർ. ഈറോഡ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഹായ് സുജിത്ത്. യെസ്, താങ്ക് യു. പുള്ളിക്ക് 2-3 ഡെലിവറി ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് പാത്രത്തിനകത്താണ് കൊണ്ട് തന്നിരിക്കുന്നത്. താങ്ക് യു. ലീക്കായതാണോ എന്നാ സംഭവം എന്നറിയത്തില്ല. എന്തായാലും ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. നമുക്കിത് അകത്തോട്ട് വയ്ക്കാം. എൻ്റെ കോച്ചിൽ വേറൊരാളും കൂടെ വന്നാട്ടോ. ഇപ്പോൾ ഈറോഡിൽ നിന്ന് കയറിയതാ ഒരാൾ, ചേട്ടൻ. ഞാൻ പണ്ട് ഈറോഡ് സ്റ്റേഷനിൽ കുറേ തവണ ഞാൻ ട്രാൻസിറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. കുറേ ട്രെയിനുകളൊക്കെ മാറി കയറാനായിട്ടൊക്കെ പണ്ട് ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ വന്നിട്ടുള്ളൊരു സ്റ്റേഷനാണ്. അപ്പോൾ എനിക്കിവിടെ കുറേ നൊസ്റ്റാൾജിയ ഉണ്ട്. ഈ റോഡും സേലവും അവിടെ ഇവിടെയൊക്കെ. ഇവിടെ മഴക്കാറാണെന്ന് തോന്നുന്നു, നല്ല കാറ്റും അതേപോലെ തന്നെ മഴക്കാറും ഒക്കെ കാണാൻ പുറത്ത്. ട്രെയിനിൽ കാര്യമായിട്ടുള്ള ക്ലീനിങ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അകത്തും പുറത്തും അവിടെ ഇവിടെയൊക്കെ പല സ്റ്റാഫ് കയറിയിട്ട് ക്ലീനിങ്ങും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഇവരെന്ത് ക്ലീൻ ചെയ്യുന്നേ? ചില്ലാണോ എന്താ സംഭവം? ഓ, ഗ്ലാസ് ക്ലീൻ ചെയ്യുന്നു ഗൈസ്. ഓ മൈ ഗോഡ്. ട്രെയിനിന്റെ ചില്ലും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരാണ്. ഇതൊക്കെ ഉണ്ടല്ലേ ഇവിടെ, ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ടല്ലേ? അത് ശരി. എന്നിട്ടും എന്താണോ ഈ ചില്ലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്?
പല പല പരിപാടികൾ ആണ് ഇവിടെ നടക്കുന്നത്. നോക്കൂ, ഈ റോഡ് വെള്ളം നിറയ്ക്കും, പിന്നെ ക്ലീൻ ചെയ്യും, പിന്നെ അങ്ങനെ പല പല സംഭവങ്ങളുണ്ട്. നമ്മുടെ ചില്ലും വന്ന് ക്ലീൻ ചെയ്തു അവര്. ജസ്റ്റ് ഈ പറഞ്ഞ പോലെ ചില്ല് ക്ലീൻ ചെയ്തിട്ട് മാത്രം കാര്യമില്ലല്ലോ, ആ ഗ്ലാസ്സിലുള്ള പാട് എവിടെയും പോവില്ലല്ലോ, അത് മൊത്തം പാടല്ലേ. അപ്പൊ ഇത് ക്ലീനിങ് ചില്ല് മാത്രമല്ല, വേറെയും പല സംഭവങ്ങളും ക്ലീനിങ് ഉണ്ട്. അതേ താഴെ സ്റ്റെപ്പൊക്കെ ക്ലീൻ ചെയ്യുന്നു, സ്റ്റെപ്പ് പിന്നെ അങ്ങനെ അകത്തൊക്കെ വെള്ളം ഒടിച്ചൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാം ഈ പറഞ്ഞ പോലെ ഒരു വഴിപാട് പോലെയൊക്കെ പല സംഭവങ്ങളും നടക്കുന്നത്. അവര് ഈ കോച്ച് ക്ലീൻ ചെയ്ത് അടുത്ത കോച്ച് ക്ലീൻ ചെയ്യാനായിട്ട് അങ്ങോട്ട് നീങ്ങി പോയിട്ടുണ്ട്. ഈ ക്ലീൻ ചെയ്ത കോച്ചിന്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരട്ടെ ഗൈസ്. ഇത് കണ്ട ആ സാധനം നോക്കി അവിടെയൊക്കെ ആ ആളിപ്പോ വെള്ളം തളിച്ചതാണ് ഇവിടെ. അത് സംഭവം എന്താണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? ഈ ടോയ്ലറ്റിൽ നിന്നുള്ള വേസ്റ്റ്, അതായത് ടോയ്ലറ്റ് വേസ്റ്റ്, അതായത് ടോയ്ലറ്റിന്റെ തീട്ടമൊക്കെ പോകുന്ന ആ ഒരു ടാങ്കാണത്. ആ തീട്ടം പോകുന്ന ടാങ്കിൽ നിന്നും ആ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന ആ ഒരു സാധനം മാറിക്കിടക്കുക. ആ സാധനമാണ് ഈ തെറിച്ച് കിടക്കുന്നത്. ഇത് ഫുൾ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് ഇട്ടിട്ട് ഈ വീഡിയോ കാണാൻ പറ്റുള്ളൂ. ഭക്ഷണം കഴിക്കുമ്പോഴൊന്നും ആരും വീഡിയോ കാണരുത് കേട്ടോ. അപ്പോൾ ആ ടോയ്ലറ്റിൽ നിന്നുള്ള മലമൂത്ര വിസർജ്യമാണ് ആ പുറത്ത് അവിടെ കിടക്കുന്നത് നിങ്ങൾ പറയണം. അതായത് ഈ ഫസ്റ്റ് AC കോച്ചിന്റെ ഫ്രണ്ടിൽ ഇവിടെ ഈ ആൾക്കാർ വന്ന് ക്ലീൻ ചെയ്തിട്ട് പോയ സമയത്ത് കിടക്കുന്ന സാധനമാണ് ആ കാണുന്നത്. കണ്ടോ, ആ സംഭവമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താ സംഭവം എന്ന് ആർക്കറിയാം. ഇത് ആ തീട്ടം ചവിട്ടി വേണം നമ്മൾ ഈ കോച്ചിനകത്ത് കയറാനേ. അതായത് പീപ്പിൾ ഡോണ്ട് കെയർ. അവിടെ നിന്ന് ആൾക്കാരോട് ഞാൻ ചൂണ്ടിക്കാണിച്ചു TTനോട്, ഇത് കണ്ടോന്ന്. ഞാൻ എന്ത് ചെയ്യാനാണ് പുള്ളി പറയുക. ടിഷ്യൂ പേപ്പറൊന്നും ഇല്ല, പക്ഷെ ഒരു സ്പൂണും കട്ട്ലറൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത ഭക്ഷണം. ഒരു നൂഡിൽസ്, പിന്നെ സോസൊക്കെ ഉണ്ടല്ലോ, കെച്ചപ്പൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഒരു പെപ്പർ ചിക്കൻ. ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ഈ സ്പൂൺ വെച്ചിട്ട് പ്ലാസ്റ്റിക് സ്പൂൺ വെച്ചിട്ട് എടുത്ത് കഴിക്കാൻ ഭയങ്കര പാട്. സിനിമ ഒന്നും കണ്ടു കഴിഞ്ഞ് കുറച്ചു നേരം മയങ്ങിപ്പോയി ചെറുതായിട്ട്. ഞാൻ ഒന്ന് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി വന്നാ, മറ്റേ ടോയ്ലറ്റ് പൊട്ടിക്കിടക്കുന്നതുകൊണ്ട് ദാറ്റ് ഈസ് ബ്രോക്കൺ. വേറൊരു ടോയ്ലറ്റിൽ കയറിയതാ. ഇതിനൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലൊക്കെ കൈ കൊണ്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ തുരുമ്പിച്ചു പോകും. അതേപോലെയാണ്. ആ പുറത്തെ ആ ഡോറിൻ്റെ അവിടുത്തെ തീട്ടം കണ്ടിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഞാൻ പെട്ട പാട്. ഞാൻ കുറച്ച് കഴിച്ച് പിന്നെ ഞാനത് മാറ്റി വെച്ച്. എൻ്റെ അമ്മേ, അയ്യോ ഒന്നും പറയണ്ട. പിന്നെ ഞാനിപ്പോൾ കുറച്ച് നേരം ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. സമയം ഇപ്പോൾ വൈകിട്ട് 7 മണിയായി. 8, 9, 10, 11, 11:45 നമ്മൾ 11:30 കഴിയുമ്പോഴേ നമ്മൾ ചെന്നൈ എത്തുള്ളൂ. സോ വി ഹാവ് സം ടൈം ടു ടേക്ക് എ നാപ്പ്. ഒരു ചെറിയ ഉറക്കമൊക്കെ ഉറങ്ങാൻ വേണമെങ്കിൽ അപ്പുറത്ത് പുള്ളി ചെറുതായിട്ട് ഉറങ്ങാൻ കിടപ്പുണ്ട്. ഞാനും ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. വേറെ എന്നെ ചെയ്യാനാ. ഞാൻ സംഭവം സ്റ്റോറി ഇട്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. ഏതാണ് മറ്റേ ആ തീട്ടം പോകുന്നത്. ഞാനിവിടെ കിടന്ന് ഇങ്ങനെ ചുമ്മാ കിടക്കായിരുന്നു. അപ്പോൾ ഉടനെ TTR വന്നിട്ട്, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടല്ലേ, നന്നായി അങ്ങനെ വേണം ഇത് കാണട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറെ ഏതൊരു TTR. അയ്യോ ഒന്നും പറയണ്ട. ഇത് ഇട്ട ഉടനെ ആരൊക്കെ കാണുന്നുണ്ട്, അതോ അപ്പുറത്തിരുന്ന് ആരോ കണ്ടെന്നോ എന്തോ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും മിക്കവാറും അവർ അടുത്ത സ്റ്റേഷനിൽ വെച്ച് മിക്കവാറും അത് റെഡി ആക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ കാട്ട്പാടി ആയിരിക്കും സ്റ്റോപ്പ്, അല്ലെങ്കിൽ ചെന്നൈയിൽ എത്തുമ്പോഴെങ്കിലും അത് റെഡിയാക്കും. സമയം രാത്രി 8:30. ഞാനിങ്ങനെ പുറത്ത് നോക്കി ഇടയ്ക്ക് ഇങ്ങനെ കിടക്കുകയാണ്. കാട്ട്പാടി വണ്ടി നിർത്തിയിട്ട് വിട്ടു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് ചെന്നൈയാണെന്ന് തോന്നുന്നു. ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് കിടന്നുറങ്ങാൻ വേണ്ടി കിടന്നു. വേറെ ആരുമില്ല, ഞാനും പുള്ളിയും മാത്രം. എന്ത് സംഭവിക്കുന്നത്? ചെറിയൊരു ഉറക്കം, 2-2.5 മണിക്കൂർ ഞാൻ ഉറങ്ങി. നമ്മൾ ചെന്നൈ എത്തി എന്ന് പറഞ്ഞാൽ ചെന്നൈ എത്തി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെയാണ് 11 മണിക്ക് എത്താണ്ട് നമ്മൾ 10:30 അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. MGR ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. യെസ്, ഇറ്റ്സ് ടൈം ടു ഗെറ്റ് ഡൗൺ. നമ്മുടെ പില്ലോയും ബാക്കി സാധനങ്ങളൊക്കെ അവിടെ വെച്ചു. ഇനിയിപ്പോൾ ഈ ട്രെയിനിൽ ഫുള്ളാണ്. ഇനിയിപ്പോൾ ഇവിടെ ഈ ട്രെയിനിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ നിന്ന് കയറും. ഈ തിരുവനന്തപുരം ടു ചെന്നൈ ഈ ഒരു ക്യാബിൻ കംപ്ലീറ്റ് ഫ്രീ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് മാറിയിരുന്നതും. പിന്നെ എൻ്റെ ഇപ്പുറത്ത് ഉള്ളൊരു ചേട്ടൻ ഈറോഡിൽ നിന്ന് കയറിയതാണ്. പുള്ളി ജനറൽ ടിക്കറ്റ് എടുത്ത് കയറിയിട്ട് TTRനെ കണ്ട് പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഇതിനകത്ത് ഇരുന്നതാണ്. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ പുറത്തിറങ്ങുമ്പോഴത്തേക്കിനും നമുക്ക് നോക്കണം നമ്മുടെ
തീട്ടം പൊട്ടിയ ടോയ്ലറ്റ് അവർ റിപ്പയർ ചെയ്തോ എന്നുള്ളത്. കാരണം കംപ്ലൈന്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ബൈ ബൈ. നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കിന് അവർ AC ഒക്കെ ഓഫ് ചെയ്തു. ദറ്റ്സ് റീസൺ ഇവിടെ ലോക്കോ ചേഞ്ച് ഉണ്ട്. കാരണം ഇനി ഈ ലോക്കോ ഇവിടെ ഫ്രണ്ടിലല്ലേ പോയില്ല, ഇനി ഇത് റിവേഴ്സിലാണ്. അപ്പം ബാക്കിലോട്ട് പോകണം. അപ്പോൾ വേറെ ലോക്കോ ഒക്കെ ഇട്ടേ പോകുള്ളൂ. അതിൻ്റെ വേണ്ടിയായിരിക്കും. എന്തായാലും ഇത് വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് സേ നമ്മൾ ട്രെയിനകത്ത് കയറി ഇരിക്കുന്ന സീറ്റിലിരുന്ന് മാത്രം യാത്ര ചെയ്യുകയാണെങ്കിൽ ട്രെയിൻ ജേർണീസ് ആർ വർത്ത്. ഇപ്പോൾ 2600 രൂപയ്ക്ക് എനിക്ക് ചെന്നൈ രാജാവിനെ പോലെ രാജീയമായിട്ട് വരാൻ പറ്റി. ബിസിനസ് ക്ലാസ്സിൽ പോലും ഈ സൗകര്യം കിട്ടൂല ഫ്ലൈറ്റിൽ. സമയമുള്ളതുകൊണ്ട്. സമയമില്ലായിരുന്നെങ്കിൽ ഓഫ് കോഴ്സ് ഫ്ലൈറ്റിൽ പോകേണ്ടി വന്നേ. വൃത്തിയുടെ കാര്യത്തിൽ ഇന്നും നമ്മുടെ ട്രെയിൻ ബെറ്റർ ആവാൻ പറ്റിയിട്ടില്ല. അത് എന്തെങ്കിലും അത് ബെറ്റർ ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. ഇതിപ്പോൾ ആളുകൾ വൃത്തികേടാക്കി ഇട്ടിരിക്കുന്നതല്ല നമ്മളിവിടെ കാണുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ പൂർ മെയിൻ്റനൻസ് ആണ് ഈ ട്രെയിനിൽ നമ്മൾ കണ്ട പല സംഭവങ്ങളും, ഇൻക്ലൂഡിങ് ഇതിനകത്തെ വൃത്തിയില്ലായ്മ, ക്ലീൻലിനെസ്, അങ്ങനെ പല സംഭവങ്ങളും. എല്ലാം എടുത്തല്ലോ അല്ലേ? യെസ്, എല്ലാം എടുത്തു കേസ്. ഇത് ഇതുവരെ ഓണാക്കിയിട്ടില്ല. 5 മണിക്കൂറായി ഈ ഡോറ് പൊളിഞ്ഞടക്കാണ്. ദാറ്റ് ഈസ് ദി സെയിം തിങ്. യെസ്, വഴിതരൂ. ആ തീട്ടം ഇതുവരെ റെഡി ആക്കിയിട്ടില്ല. അതിപ്പോഴും അവിടെ പൊട്ടി വിളിച്ച് കിടക്കുകയാണ്. അടിപൊളി. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് MGR ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ഇനിയിപ്പോൾ മുന്നോട്ട് നടക്കണം നമുക്ക്. രാത്രി 11 മണിക്ക് എത്തേണ്ട ട്രെയിനാണ്. അത് രാത്രി 10:50 തന്നെ ഇവിടെ എത്തിയിരിക്കുകയാണ്. അതായത് 10 മിനിറ്റ് ഏർലി അറൈവലാണ്. 10 മിനിറ്റ് നേരത്തെ നമ്മുടെ ട്രെയിൻ ഇവിടെ ചെന്നൈയിലെത്തി. ഈ ട്രെയിനിന് ഇവിടെ നിന്ന് 1 മണിക്കൂർ സ്റ്റോപ്പുണ്ട്. ഇവിടെ നിന്ന് ഇനി 11:40 ഈ ട്രെയിന് അടുത്ത സ്ഥലത്തേക്ക് പുറപ്പെടുന്നത്. ഇത് നമ്മൾ ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ എന്ന് പറയുന്ന സ്ഥലം വരെ പോകുന്ന ഒരു ട്രെയിനാണ്. ട്രെയിൻ കമ്പാരിറ്റീവ്ലി വൃത്തിയാണ്. നമ്മൾ ഈ ബംഗാളിലേക്കൊക്കെ പോകുന്ന ആ ഒരു വണ്ടികളുടെ ആ ഒരു കച്ചറയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നാറ്റമോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും കാണുന്നില്ല. വലിയ തിരക്കും ബഹളമോ ഒന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ലാക്ക് ഓഫ് മെയിൻ്റനൻസ് എല്ലായിടത്തും കാണുന്നുണ്ട്. ആ ഒരു കോച്ചിൻ്റെ വൃത്തിയുടെ കാര്യത്തിലും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം. അത്രേ ഉള്ളൂ. നമ്മുടെ ട്രെയിനിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ പോലും വലിയ തിരക്കൊന്നും നമുക്കിവിടെ കാണാനില്ലാണ്ടില്ലേ. നമ്മളിപ്പോൾ ഇവിടെ ഫൈനലിൽ ആ ഒരു ഭാഗത്തേക്ക് എത്തി, ലാസ്റ്റ് സ്ഥലത്തേക്ക് എത്തി. ഇത് പോലീസുകാരൊക്കെ വന്നിട്ട് ആൾക്കാരൊക്കെ ഇറക്കി വിടുന്നത് ഇതെന്തായിരിക്കും? ലഗേജ് ബ്രേക്കർ വാനിൽ നിന്നും ആൾക്കാരെയൊക്കെ പോലീസുകാർ വന്നിട്ട് ഇറക്കി വിടുന്നത്. ചിലപ്പോൾ ഇത് ലേഡീസ് കോച്ചാണോ? അല്ല, ലേഡീസ് കോച്ചാണെന്ന് തോന്നുന്നു. അതിനകത്തുള്ള ആൾക്കാരൊക്കെ ഇറക്കി വിടുന്നത്. ഇതാണ് നമ്മൾ വന്ന ട്രെയിനിൻ്റെ ലോക്കോ. ഇതായിരുന്നു. ഇത് റോയപുരം ഷെഡിൻ്റെ ഒരു P7 എന്ന് പറയും, WAP7 ലോക്കോ ആണിത്. ഋഷി വീഡിയോ കോൾ വിളിച്ചിട്ട് ലോക്കോ കാണിക്കുക എന്ന് പറഞ്ഞ് ബഹളമായിരുന്നു. അപ്പോൾ ഈ ലോക്കോ ഇതിവിടെ എൻഡാണല്ലോ. ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു എൻഡാണ്. ഇവിടെ വരെ വരുള്ളൂ. അപ്പോൾ ഈ ലോക്കോ എന്തായാലും ഇവർക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ വേറെ ലോക്കോ പുറകെ ഘടിപ്പിച്ചായിരിക്കും ഈ ട്രെയിൻ ഇനി ഫർദർ കണ്ടിന്യൂ ചെയ്യുന്നത്. അങ്ങനെ MGR ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എന്നെ പിക്ക് ചെയ്യാനായിട്ട് ഇവിടെ എൻ്റെ ഒരു ഫോളോവർ. ഹലോ, ഹായ് പ്രണവ്. പ്രണവിൻ്റെ ഹൈറ്റ് ഭയങ്കര കൂടുതലാണ്. എനിക്ക് ക്യാമറ ഇങ്ങനെ പൊക്കി പിടിക്കണം, ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ താത്തി പിടിക്കേണ്ടി വരും. പ്രണവ്, ഞങ്ങൾ കുറേ വർഷമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാറുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ വരുന്ന സ്റ്റോറി കണ്ടിട്ട് പ്രണവ് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കാണാൻ വേണ്ടി വന്നതാണ്. എന്നെ ഇവിടുന്ന് പിക്ക് ചെയ്ത് ഹോട്ടലിലേക്ക് കൊണ്ടാക്കാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് സൈൻ ബോർഡ് കാണണം. നമ്മുടെ ആ സൈൻ ബോർഡ് കണ്ടില്ല, അതാ ഞാൻ നോക്കുന്നത്. അതെവിടെയെന്ന്. ട്രെയിൻ സ്റ്റേഷനകത്ത് തന്നെ ഉള്ള ഒരു മദ്രാസ് പ്യോർ വെജ് കോഫി ഷോപ്പ്. പിന്നെ ഇതിനകത്ത് തന്നെ A2B ഒക്കെ ഉണ്ട്. ഇതിൻ്റെ മേളിൽ സ്റ്റാർ ബിരിയാണി ഉണ്ട്, KFC ഒക്കെ ഉണ്ട് റെയിൽവേ സ്റ്റേഷനിൽ. അങ്ങനെ ട്രെയിൻ സ്റ്റേഷൻ്റെ മുന്നിലേക്ക് ഇറങ്ങി വന്നു. എനിക്ക് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ സൈൻ ബോർഡ് ഒന്ന് കാണണം, അതിന് വേണ്ടി നോക്കി വന്നു. അത് വേറെ എവിടെയും കണ്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗം. നമ്മൾ ധാരാളം സിനിമകളിലും മറ്റും കണ്ടിട്ടുള്ള ആ ഒരു ഐക്കോണിക് ബിൽഡിംഗ്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പോഴത്തെ പേരെന്ന് പറയുന്നത് പുരട്ചിത് തലൈവർ MG രാമചന്ദ്രൻ സെൻട്രൽ സ്റ്റേഷൻ എന്നാണ് ഇതിൻ്റെ പേര്. അതിവിടെ തമിഴിലും പിന്നെ അപ്പുറത്ത് ഹിന്ദിയിലും അങ്ങ് ദൂരെ ഇംഗ്ലീഷിലും 3 ഭാഷയിൽ ആ പേര്, ലെങ്തി ആയിട്ടുള്ള പേരിൻ്റെ ഷോർട്ട് ഫോം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പേര് മുഴുവനായിട്ട് എഴുതാൻ പറ്റത്തില്ലല്ലോ. അതായത് പുരട്ചിത് തലൈവർ MG രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എനിക്കൊരു ടിക്കറ്റ് വേണമെന്ന് ചോദിക്കേണ്ടി വരും. അതാണ് അവസ്ഥ. നമ്മൾ പല സ്ഥലങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളുടെ പേര് റീനെയിം ചെയ്യുന്ന സമയത്ത് റീനെയിം ചെയ്തതാണ്. ബാംഗ്ലൂരിലുണ്ടല്ലോ ക്രാന്തിവീര സംഗൊല്ലി റായന്ന ബംഗളൂരു റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഇനി കേരളത്തിൽ മിക്കവാറും ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ ആരുടെയും പേര് വെച്ചിട്ട് മിക്കവാറും എറണാകുളം ജംഗ്ഷൻ്റെ ഒക്കെ പേര് മാറ്റാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യേണ്ടി വരും, അങ്ങനെയൊക്കെ പറയേണ്ടി വരും. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ. അതിന് കുറ്റം പറയേണ്ട ആവശ്യമില്ല. ലോകത്തിലെ പല രാജ്യങ്ങളിലും അങ്ങനെ നമുക്ക് ഇപ്പോൾ ചാൾസ് ഡി ഗോൾ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നൊക്കെ പറയത്തില്ല പാരീസിൽ,
അതേപോലെ തന്നെ അവിടെ ചാൾസ് ഡിഗോൾ ആണെങ്കിൽ ഇവിടെ MGR, അത്രേ ഉള്ളൂ വ്യത്യാസം, വേറൊന്നുമില്ല, പേരിലുള്ള വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ടോ എൻ്റെ ട്രെയിന് ഗോരഖ്പൂർ ട്രെയിൻ 11:05 എത്തേണ്ടതാണ്. അതാണ് നമുക്ക് ശരിക്കും 10:50 എത്തിയിരിക്കുന്നത്. അതായത് 15 മിനിറ്റ് ഏർലിയാണ് എൻ്റെ ട്രെയിൻ വന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്തിട്ട് നേരത്തെ ബിഫോർ ടൈം എത്തുന്നത് ഒരു സ്ഥലത്ത്. ഇവിടെ രാത്രി 10:00 ഇതോടെ നീ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി മാത്രം വന്നാണോ റെയിൽവേ സ്റ്റേഷനിലേക്ക്? ആണോ? ശരി. പുള്ളി ഇവിടെ എഞ്ചിനീയറിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അച്ഛൻ്റെ ബിസിനസ്സിൽ സഹായിച്ചിട്ടിരിക്കുകയാണെന്നാണ് എന്നോട് പറഞ്ഞത്. സോ യു ആർ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ചെന്നൈ, പക്ഷെ മലയാളമൊക്കെ നന്നായിട്ട് അറിയാം. എല്ലാ കൊല്ലം നാട്ടിൽ പോകും. നാട്ടിലെവിടെയാ? പയ്യന്നൂര്. ഓക്കെ, ദാറ്റ്സ് നൈസ്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു മദ്രാസ് കോഫി ഹൗസിൽ രാത്രി 12 മണിക്ക് ഫിൽട്ടർ കോഫി കുടിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. കോഫി ശാസ്ത്രയോ? ഇതെന്ത് ഇവിടുത്തെ കോഫി ഔട്ട്ലെറ്റാ ആണോ? 2 ഫിൽട്ടർ കോഫി. ഇവിടെ എന്താ കഴിക്കാനുള്ളത്? എന്താ കഴിക്കാനൊക്കെ ഇത് സംഭവം? ഇത് നല്ല തണുത്താന്ന് തോന്നുന്നു. മുളക് ബജിയും പണിയാരും ഒക്കെ ഉണ്ട്, പക്ഷേ ദാറ്റ് ഈസ് കൈൻഡ് ഓഫ് കോൾഡ്. പിന്നെന്താണ് ഇവിടെ ആൾക്കാർ കഴിയുന്നത്? കടല ബൺ ബട്ടർ ജാമോ? അത് വേണ്ട. ഫിൽറ്റർ കോഫി. ചെന്നൈയിൽ വന്നിട്ട് രാത്രി 12 മണിക്കത്തെ ഫിൽറ്റർ കോഫി. യെസ്. ഓ, ഓട്ടോസ് നോട്ട് അലൗഡ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടല്ലേ അവിടെ? ഓക്കെ, അങ്ങനെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് എത്തി ഗൈസ്. ഇതിന്റെ മുമ്പിൽ ഓട്ടോസ് നോട്ട് അലൗഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓട്ടോയിൽ വന്നു കഴിഞ്ഞാൽ അവരകത്ത് കയറ്റി വിടില്ല, അങ്ങനെയാണല്ലേ? അത് ശരി. ഇത് പിന്നെ അകത്തോട്ട് അധികം കയറാനില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എന്നാലും അങ്ങനെയൊക്കെ എഴുതി വെക്കുന്നത് ഭയങ്കര മോശമാട്ടോ. ഇത് പണ്ട് ഈ പറഞ്ഞ പോലെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇന്ത്യൻസ് ആൻഡ് ഡോഗ്സ് നോട്ട് അലൗഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടില്ലേ പല സ്ഥലത്തും? അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലേ, കേട്ടിട്ടില്ലേ? ഓക്കെ, അപ്പോൾ സീ യു. ഗുഡ് നൈറ്റ്. ഞാൻ തിരിച്ചു പോകുന്ന വഴിക്ക് എയർപോർട്ടിനടുത്ത് ഞാൻ വിളിക്കാം. എങ്ങനെ പരിപാടി നോക്കിയിട്ട് ഞാൻ വിളിക്കാം. ആണല്ലേ? ഓക്കെ, യെസ്. അപ്പോൾ സീ യു. ഗുഡ് നൈറ്റ്. യാ, സീ യു. ബൈ. താങ്ക് യു. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുത്തെ ലേ മെറിഡിയൻ ഹോട്ടലിൽ വരുന്നത്. പഴയ ഹോട്ടലാണ്. ആ പഴയതിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും അത്യാവശ്യം മെയിൻറ്റെയിൻഡ് ആണെന്ന് തോന്നുന്നു. റൂം കാണുമ്പോൾ പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇത് കൊള്ളാമല്ലേ? ഇതെനിക്ക് ഇൻഡിപെൻഡൻസ് ഡേയുടെ സമയത്ത് ഉണ്ടാക്കി വെച്ചാണെന്ന് തോന്നുന്നു, പക്ഷെ എന്നാലും അടിപൊളിയായിട്ടുണ്ട്, കൊള്ളാം. ഞാനിവിടെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി കാത്തുനിന്നിട്ട് കുറേ നേരമായി. ഇവിടെ എല്ലാം ബിസിയാണ്, ആരും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ, തിരക്കാണത് എല്ലാവരും. ഹായ്. Thanks so much. Third room, can I get it? Have you got the booking? I'm just checking. It should have written like Sujit Rekunada or something like that. Regunathan. Yeah. Yeah, I got it. You got it? Regunathan. Yeah, Sujit Rekunada should be like that. Yeah. Thank you for being a Kohli lead, sir. You're welcome. Third floor. This is a very പഴഞ്ചൻ hotel, guys. ലേ മെറിഡിയൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അടിപൊളിയായ ബാക്കിയൊക്കെ കാണിച്ചു തരാം ഗൈസ് നാളെ. അപ്പോൾ സീ ഗൈസ് ടുമോറോ. ഇന്ന് തിരിച്ച് റൂമിലെത്തി. ഇത് കുറേ സംഭവങ്ങളുണ്ട്, കാണിച്ചു തരാം. ബൈ.